നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. അവിടെ നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. നിതിൻ, എന്തായാലും 10 മണി കഴിയും വിമാനം എത്തിച്ചേരാൻ എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്നത്. നേരത്തെ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ഒപ്പം തന്നെ റേഞ്ച് DIGയുടെയും മന്ത്രിയുടെയും ഒക്കെ വാക്കുകൾ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് ഈ മലയാളികളായ 23 പേരെ കൂടാതെ കർണാടക, തമിഴ്നാട് സ്വദേശികളുണ്ട്. അവർക്കായുള്ള വാഹനമൊക്കെ കേരള സർക്കാർ തന്നെ ഒരുക്കി നൽകുകയാണോ? അവരുടെ പ്രതിനിധികൾ ആരെങ്കിലും സ്ഥലത്തേക്ക് എത്തുന്നുണ്ടോ? ജിൽസി, നിലവിൽ കിട്ടുന്ന വിവരമനുസരിച്ച് 10:30-ക്കാണ് മൃതദേഹങ്ങൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എയർ കാർഗോയിലെത്തുക. അവിടെ നിന്നും ഇവിടെ 31 മൃതദേഹങ്ങളും 23 മലയാളികളുടെയും 7 തമിഴ്നാട്ടുകാർ, ഒരു കർണാടക സ്വദേശി, അങ്ങനെ 31 പേരുടെ മൃതദേഹങ്ങളും ഇവിടെ പൊതുദർശനത്തിന് വയ്ക്കും. ഇവിടെ നിന്നാണ് പിന്നീട് എല്ലാവരുടെയും മൃതദേഹങ്ങൾ ആംബുലൻസിലേക്ക് മാറ്റുക. നിലവിൽ മലയാളികളുടെ എല്ലാവരുടെയും മൃതദേഹങ്ങൾ കൊണ്ടുപോകാനുള്ള ആംബുലൻസുകൾ നോർക്ക തയ്യാറാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് തമിഴ്നാട്ട് സ്വദേശികളായ 7 പേരുടെയും കർണാടക സ്വദേശികളുടെയും മൃതദേഹങ്ങൾ കൊണ്ടുപോകാൻ ആംബുലൻസുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ അത് വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. തമിഴ്നാട് സ്വദേശികളുടെ മൃതദേഹങ്ങൾ റോഡ് മാർഗം തന്നെയാവും കൊണ്ടുപോകുക. കർണാടക സ്വദേശിയുടെ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമെടുത്തിട്ടില്ല. നിലവിൽ ഈ മന്ത്രി റോഷി അഗസ്റ്റിൻ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തിലേക്ക് വരുന്ന ഈ 23 പേരുടെയും 31 പേരുടെയും മൃതദേഹങ്ങൾ വയ്ക്കാനുള്ള ടേബിളുകൾ അല്ലെങ്കിൽ അവരുടെ അന്തിമോചനം അർപ്പിക്കാൻ പൊതുദർശനത്തിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷമാകും CM അടക്കമുള്ള മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ നിലവിൽ 10 മണിയോട് തന്നെ ഇവിടേക്ക് എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലൂടെ മന്ത്രി K. രാജൻ, മന്ത്രി റോഷി അഗസ്റ്റിനൊപ്പം ജില്ലാ കളക്ടർ NS ഉമേഷ് അടക്കമുള്ളവരുടെ നേതൃത്വത്തിലുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും നടന്നു വരുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ മറ്റു മന്ത്രിമാരുമൊക്കെ തന്നെ ഇങ്ങോട്ട് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ മന്ത്രി K. രാജൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാർ, മിനിസ്റ്റർ എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടില്ല? എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി. ഒരുപക്ഷെ നമ്മുടെ നാട് കാണുന്നതിൽ വെച്ച് ഏറ്റവും ഭീകരമായിട്ടുള്ളൊരു ദുരന്തമാണ് ഉണ്ടായത്. അതിൻ്റെ ഇങ്ങോട്ട് എത്തിച്ചേരുന്ന 23 മൃതശരീരങ്ങൾ ഒരുമിച്ച് എത്തിച്ചേരുന്നു എന്ന് പറഞ്ഞാൽ മലയാളിക്ക് സഹിക്കാനാവാത്ത വിധത്തിലുള്ള പ്രയാസമാണ്. പക്ഷേ നമ്മളിനി സംഭവങ്ങൾ നേരിടുകയേ നിവൃത്തിയുള്ളൂ. വളരെ കൃത്യതയോട് കൂടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തിയിട്ടുള്ളത്. ഈ വരുന്ന 31 മൃതശരീരങ്ങളിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 23 മലയാളികളുടെയും 7 തമിഴ്നാട് സ്വദേശികളുടെയും 1 കർണാടക സ്വദേശിയുടെയുമാണ്. ബോക്സിലടച്ച മൃതശരീരങ്ങളാണ് എന്നുള്ളതുകൊണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു മാറലുണ്ടാകാതിരിക്കാൻ വളരെ കൃത്യതയോടുകൂടിയാണ് ആ കാര്യങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഓരോ ടേബിളിലും പ്രത്യേകമായി അവരുടെ പടവും പേരും പ്രദർശിപ്പിക്കും. ബോക്സുകളിലും ആ ചിത്രം ഉണ്ടാകും. അതനുസരിച്ച് ഒന്ന് പരിശോധിച്ചിട്ടാണ് ഇവിടെ പൊതുദർശനത്തിന് വയ്ക്കുക. കൊണ്ടുപോകുന്ന ആംബുലൻസുകളിലെല്ലാം പടം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ആളുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കൂടി ആ ഒരു സെഷൻ നന്നായി നോക്കിയിട്ടുണ്ട്. 31 പേരിൽ 31 പേർക്കും കേരളത്തിൻ്റെ അതിർത്തി കഴിയുന്നവരെ 8 പേർ മറ്റ് സംസ്ഥാനത്തു നിന്നാണ്, 7 പേർ തമിഴ്നാട്, ഒരാൾ കർണാടക. തമിഴ്നാട് 7 റോഡ് മാർഗത്തിലാണ് പോകുന്നത് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. കർണാടക അവരൊരു വിമാനം അറേഞ്ച് ചെയ്യുകയാണ് എന്നാണ് കരുതുന്നത്. എന്തായാലും പുറത്തേക്ക് പോകുന്ന സ്ഥലങ്ങളിൽ അവർക്കുള്ള പൈലറ്റ് സംസ്ഥാന അതിർത്തി കഴിയും വരെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു താമസവും ഉണ്ടാകില്ല. എത്തിച്ചേർന്നാൽ അധിക നേരം പൊതുദർശനത്തിന് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നടപടിക്രമങ്ങൾ അതിവേഗം തീർക്കാൻ ഓരോ മൃതശരീരത്തിൻ്റെയും ചുമതലക്കാരുൾപ്പെടെ നിശ്ചയിച്ചിട്ടുണ്ട്. ഏറ്റവും വേഗതയിലായിരിക്കും കൊണ്ടുവരുന്നത്. നമ്മുടെ ഈ കുടുംബങ്ങളുടെ കരച്ചിൽ തുടങ്ങിയിട്ട് മണിക്കൂറുകളായി. ഇനിയും അവരുടെ മുമ്പിലേക്ക് എത്തിക്കാതെ വൈകുന്നതിൽ ഒരു കാലതാമസവും ഉണ്ടാകരുത് എന്ന് കരുതിക്കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നുണ്ടാകും, നമ്മുടെ പേരുകൾ ഒട്ടിക്കുന്ന നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഓരോ മൃതശരീരവും പ്രദർശിപ്പിക്കുന്ന സ്ഥലങ്ങളിലെ പേരുകളാണിപ്പോൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കുറച്ചുകൂടി വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു നടപടിക്രമമാണ്. അതിനൊരു പ്രത്യേക ഓർഡർ തയ്യാറാക്കിയിട്ടുണ്ട്. ഓർഡർ ആവശ്യമുണ്ടെങ്കിൽ അതും ഇവിടെ നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് ലഭ്യമാണ്. ഏതായാലും ജിൽസി, അതുതന്നെയാണ് ഇവിടെ എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. വളരെ വേദനാജനകമായ വിഷമമുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് 23 മലയാളികളുടെ മൃതശരീരമാണ്, അല്ലെങ്കിൽ 31 മനുഷ്യരുടെ മൃതശരീരമാണ് ഒരുമിച്ച് ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരുപാട് വീട്ടുകാരുടെ സ്വപ്നമൊക്കെയാണ് തകർന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ അങ്ങേയറ്റം വേദനാജനകമായ, അല്ലെങ്കിൽ അങ്ങേയറ്റം വിഷമമുണ്ടാക്കുന്ന സങ്കടകരമായ ഒരു കാര്യമാണ്. നിലവിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരുക്കിയിട്ടുണ്ട്. നിലവിലിപ്പോൾ മന്ത്രി പറഞ്ഞതനുസരിച്ച് ബോക്സിലടച്ച പെട്ടികളായാണ് മൃതശരീരങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത്
മൃതദേഹങ്ങൾ മാറിപ്പോകാതിരിക്കാൻ അടക്കമുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ ഇവിടെ ഒരുക്കിയിരിക്കുന്ന ടേബിളുകളിൽ ഓരോരുത്തരുടെയും ഫോട്ടോയും പേര് പതിപ്പിച്ച ഫോട്ടോ ഒട്ടിക്കുന്ന ജോലികളടക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ആംബുലൻസുകളിലും ഇവരുടെ മൃതശരീരങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്ന ആംബുലൻസുകളിലും എല്ലാവിധ ഈ ഫോട്ടോ അടക്കം ഒട്ടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ 31 വാഹനങ്ങൾക്കും എല്ലാ മൃതശരീരങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്ന ആംബുലൻസുകൾക്കും പോലീസിൻ്റെ പൈലറ്റ് വാഹനം ഉണ്ടാകും. ഏതായാലും എല്ലാവിധ സജ്ജീകരണങ്ങളിലൂടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിലവിൽ കിട്ടുന്ന വിവരം അനുസരിച്ച് കർണാടക സ്വദേശികൾ മാത്രമാണ് എങ്ങനെയാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയാൻ സാധിക്കാത്തത്. ബാക്കി 30 മൃതശരീരങ്ങളും റോഡ് മാർഗ്ഗമാണ് കൊണ്ടുപോകുന്നത്. തമിഴ്നാട് സ്വദേശികളായ 7 പേരുടെ മൃതശരീരവും റോഡ് മാർഗ്ഗം തന്നെ കൊണ്ടുപോകുന്നതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. എല്ലാവർക്കും പോലീസിൻ്റെ പൈലറ്റ് വാഹനമുണ്ടാകും. നിലവിലിപ്പോൾ ഈ സജ്ജീകരണങ്ങൾ അവസാനമായിട്ട് ഒരുക്കണക്കിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും ഈ ടേബിളുകളടക്കം ഇവരുടെ മൃതശരീരങ്ങൾ വഹിച്ചുകൊണ്ടുവരുന്ന പെട്ടിയടക്കം വയ്ക്കാനുള്ള ടേബിളടക്കം സജ്ജീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും 10:30-ക്കാണ് ഈ വിമാനം എത്തുക. അതിനുശേഷം നടപടിക്രമങ്ങൾ വളരെയധികം വേഗത്തിൽ തന്നെ പൂർത്തിയാക്കി മൃതശരീരങ്ങൾ വീട്ടുകാർക്ക് വിട്ടുകൊടുക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ നിലവിൽ സർക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നിതിൻ, മന്ത്രിയുടെ വാക്കുകളിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാകുന്നത് വളരെ പെട്ടെന്ന് തന്നെ സമയം കളയാതെ തന്നെ വളരെ പെട്ടെന്ന് ബന്ധുക്കൾക്ക് മൃതദേഹം കൈമാറാനുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. വലിയ